ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം JMB എന്ന പാർട്ടിയുടെ പ്രവർത്തന മേഖലയെ കുറിച്ചാണ്. ഒരു കൃഷി ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. 11 മക്കളിൽ 9ാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. കോട്ടപ്പടി നോർത്ത് LP സ്കൂളിൽ പഠിക്കുകയും അവിടെ അതിനുശേഷം മാറയില ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ചെയ്തു. അന്നേരം മുതൽ എൻ്റെ മനസ്സിൽ ഒരു ചിന്തയായിരുന്നു, എന്തെങ്കിലും ബിസിനസ് കമ്പനി എന്തെങ്കിലും ഓപ്പൺ ചെയ്യണമെന്നും ഡെയിലി 500 രൂപ സമ്പാദിക്കണമെന്നായിരുന്നു എൻ്റെ ആശ. ഈ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ഒട്ടനവധി പുതിയ പ്രോഡക്റ്റുകൾ കണ്ടുപിടിക്കുകയും ചെയ്തു ഞാൻ. പക്ഷെ അതൊന്നും പ്രവർത്തിക്കാൻ നമ്മുടെ സാഹചര്യം അനുവദിച്ചില്ല. അങ്ങനെ ഞാൻ ബിസിനസ് ആരംഭിച്ചു കോട്ടപ്പടിയിൽ. അവിടെ ഇങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 2015 ഇലക്ഷൻ വരികയും നിയമസഭയിലേക്ക് കുർളാഞ്ചേട്ടൻ മത്സരിക്കാൻ നിൽക്കുകയും നമ്മുടെ കടയിൽ വന്നിട്ട് വോട്ട് ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ആശയം വരികയാണ്, എന്തുകൊണ്ട് നിനക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിക്കൂടാ എന്നുള്ളൊരു ചിന്ത. അപ്പോൾ എൻ്റെ മനസ്സിൽ രാഷ്ട്രീയ പാർട്ടിനെ കുറിച്ചോ അങ്ങനെയുള്ള യാതൊരു സ്വപ്നങ്ങളും ഒന്നുമില്ല, ചിന്തിച്ചിട്ടേ പോലുമില്ല. അങ്ങനെയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരികയും അതനുസരിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ മെമ്മറിയിലേക്ക് വരുവാണ് പാർട്ടിയുടെ പേര്. അങ്ങനെ പാർട്ടിയുടെ പേര് വന്നു, JMB ജനമുന്നേറ്റ പാർട്ടി. ഇനി പാർട്ടിക്ക് ഒരു ലക്ഷ്യം വേണമല്ലോ, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പിന്നൊരാശയം വന്നു, പട്ടിണി വിമുക്ത ഭാരതം. ഇന്ത്യയിൽ നിന്ന് എല്ലാ വ്യക്തികളിൽ നിന്നും എല്ലാ കുടുംബത്തിൽ നിന്നും പട്ടിണി തുടച്ചു നീക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ആശയമാണ് വികസനം ഓരോ വ്യക്തിയിലും ഓരോ കുടുംബത്തിലും എത്തിക്കുക എന്ന ലക്ഷ്യം. പിന്നെ ലോങ് ലൈഫിലേക്ക് വന്നപ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വന്ന ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി സൈന്യ ശക്തി ആക്കണമെന്ന്. ഇതാണ് നമ്മുടെ മെയിൻ മുദ്രാവാക്യം. അപ്പോൾ ആ ലക്ഷ്യം വന്നു. ഇനി ഈ ലക്ഷ്യത്തിലേക്ക് നടപ്പാക്കണമെങ്കിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ദീർഘവീക്ഷണത്തോട് ചെയ്യേണ്ട. അതിനെ നമുക്ക് പറയുന്നതോടൊപ്പം തന്നെ ഇതിനൊരു കൊടി വേണം. കൊടിയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഇവിടെ, ജാതി മതവും രാഷ്ട്രീയം അങ്ങനെ പല പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് വെള്ളക്കൊടി, ശാന്തിയുടെ സമാധാനത്തിൻ്റെ. പിന്നീട് നമ്മൾ ചിന്തിച്ചു ചിഹ്നത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പല പ്രശ്നങ്ങളും പല ഇത് എൻ്റെ മെമ്മറിയിലേക്ക് കയറി വന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചിഹ്നമായ പ്ലാവും ചക്കയും നമ്മൾ സെലക്ഷൻ ചെയ്തത്. ലോകത്താണെങ്കിലും എവിടെയും ഡിമാൻഡാണ്. അതുമാത്രമല്ല പട്ടിണി തുടച്ചു നീക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു ഇതാണ് പ്ലാവും ചക്കയും. അങ്ങനെ ഈ പാർട്ടി രൂപീകരിച്ചു. ഇനി ഇത് ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പല തടസ്സങ്ങളും പ്രശ്നങ്ങളും വന്നു. അങ്ങനെ നീണ്ടുപോയി. ഇപ്പോൾ നമുക്ക് പ്രവർത്തനം ആരംഭിക്കുകയും ഒട്ടനവധി പ്രവർത്തന മേഖലയിൽ എത്താൻ കഴിഞ്ഞു. ഇനി
നമുക്ക് ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്യാനുള്ളത്, ഒന്ന്, ഇതിന് ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ ഓഫീസ് നിർമ്മാണം ആരംഭിക്കണം. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് കൊടുക്കണം. അതുപോലെ തന്നെ പ്രവർത്തന ഫണ്ട് ശേഖരിക്കണം. അത് കഴിഞ്ഞിട്ട് ജനങ്ങളിലേക്ക്, ഓരോ വ്യക്തിയിലേക്കും ഓരോ കുടുംബത്തിലേക്ക് എത്തി ജനങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ യാത്ര.